കണ്ണേട്ടാ, അതെ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അധികം കാലുകൾ ചലിപ്പിക്കണ്ട. ആ, അതിന് ഞാൻ ചലിപ്പിച്ചില്ലല്ലോ. എന്താന്നറിയില്ല, താഴെ സംസാരം നടക്കുമ്പോ കരുണ നോക്കിയത് അത്രയും കണ്ണേട്ടന്റെ കാലിലേക്കാ. ഞാൻ അത് തന്നെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കാര്യം കണ്ണേട്ടന് ഓർമ്മയുണ്ടല്ലോ. കണ്ണേട്ടന്റെ കാൽവിരൽ ചലിക്കുന്നത് അമ്മ കണ്ടതാ. അത് നമ്മൾ മൂടി വെച്ചെങ്കിലും അവരുടെ സംശയം ബലപ്പെട്ടെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അങ്ങനെയെങ്കില് ഇനി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. നാളെയാ തോമസാറിന്റെ വീട്ടിലോട്ട് വീണ്ടും പോകേണ്ടത്. അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ അക്ഷരം പ്രതി പാലിച്ചേ പറ്റൂ. അല്ലെങ്കിലും അതങ്ങനെ മഹി വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ ഒരിക്കലും പറഞ്ഞു നടക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അത് പരമാവധി മൂടി വെക്കണം. ആ നല്ല കാര്യം നടക്കുന്നതുവരെ. അതേ അഭിപ്രായക്കാരി തന്നെയാ ഞാനും. പ്രത്യേകിച്ച് കണ്ണേട്ടന്റെ കാലിന് ചലനശേഷി കിട്ടിയെന്ന് നമ്മുടെ ഒരു സംസാരത്തിന്ന് പോലും മറ്റുള്ളവരറിയാൻ പാടില്ല. എന്നുവെച്ചാ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ പോലും നമ്മൾ വളരെ സൂക്ഷിച്ചേ പറ്റൂ. 10-18 വർഷങ്ങൾക്ക് ശേഷം എന്റെ 2 കാൽപാദവും ചലിച്ചു തുടങ്ങിയത്. ഇനി അത് നിശ്ചലാവുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുന്നതും പഴയ പോലെ ഓടിച്ചാടി നടക്കുന്നതും ഒക്കെ ഇനി ചിന്തിച്ചാ മതി. സ്വപ്നം കണ്ടാ മതി. അത്തരം സ്വപ്നങ്ങളാ ഞാനും കണ്ടോണ്ടിരിക്കുന്നേ. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നമ്മുടെ ജീവിതത്തില് ഹണിമൂൺ ട്രിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോ? കണ്ണേട്ടന്റെ കൂടെയുള്ള എന്റെ ജീവിതം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഹണിമൂണാ. അത്രയ്ക്ക് ശ്വാസം മുട്ടിയാ ഞാൻ എന്റെ വീട്ടിൽ ജീവിച്ചത്. ഇവിടെ വന്ന ശേഷം ഞാൻ തീർത്തും സ്വതന്ത്രയായെന്ന് തന്നെ പറയാം. അപ്പൊ തന്റെ ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ വിവാഹ ദിവസമാണല്ലേ? പിന്നല്ലേ. എനിക്ക് നടക്കാൻ കഴിഞ്ഞ പിന്നെ ഒരു യാത്രയൊക്കെ പോണം. കുറച്ചധികം ദിവസം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കണം. ഇവിടെയുള്ളവരുടെ മുന്നില് എന്റെ കാലിന് ചലനശേഷി കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നടക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ ഭൂരിഭാഗം ജീവിച്ച ഒരാൾക്ക് അതിനുള്ള ശേഷി കിട്ടുമ്പോ അയാൾക്ക് ഇഷ്ടം പോലെ നടക്കാൻ തോന്നില്ലേ? നടക്കണ്ടേ? ആ ദിവസത്തെ പറ്റി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കണ്ണേട്ടാ. ആ ഓർമ്മകളെ താലോലിച്ച് തന്നെ നമുക്ക് ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മഹി. ജീവിതത്തില് എന്തൊക്കെയോ പച്ചപ്പ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. അതുകൊണ്ടാ നല്ല മനസ്സുള്ള ആൾക്കാർ ഞാൻ പോലും അറിയാതെ എന്റെ മുന്നിലേക്ക് വരുന്നത്. താൻ വന്നു, തോമസാർ വന്നു. എല്ലാത്തിനു ശേഷം മാർക്കോ എന്ന വളരെ നല്ല ചെറുപ്പക്കാരനെയും നമുക്ക് കൂട്ടായി കിട്ടി. അവിടെ മറ്റൊരാളെ കണ്ണേട്ട മറന്നുപോയി. വേറെ ആരെയല്ല, പ്രവചനങ്ങൾ നടത്തുന്ന ആ അമ്മേ. ആ അമ്മ പറഞ്ഞു നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ദൈവങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ എന്റെ കാണപ്പെട്ട ദൈവമാ ആ അമ്മ. പേര് പോലും അറിയാത്ത ആ അമ്മ.